ഷാർജയിൽ മലയാളി യുവതിയെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം തേവലക്കര സ്വദേശിനി അതുല്യ ശേഖറാണ് മരിച്ചത്. ഭർത്താവ് സതീഷ് നിരന്തരമായി ഉപദ്രവിക്കാറുണ്ടെന്ന് അതുല്യയുടെ ബന്ധുക്കൾ ആരോപിച്ചു. മരണത്തിൽ ഷാർജ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ലിജോ റോളൻസ് കൊല്ലത്ത് നിന്നുകൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലിജോ, ഇപ്പോൾ ഷാർജയിൽ മരിച്ച അതുല്യ കുട്ടി കൊല്ലം സ്വദേശിനിയാണ്. നേരത്തെ ഷിനോജ് പറയുകയുണ്ടായി ഇത്തരത്തിൽ ഗാർഹിക പീഡനം നേരത്തെയും കുട്ടി അനുഭവിച്ചിട്ടുണ്ടായിരുന്നു, അത് സംബന്ധിച്ച് കേസുകളൊക്കെ നേരത്തെ കൊല്ലത്ത് നൽകിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് നാട്ടിൽ നിന്ന് അറിയാൻ കഴിയുന്നുണ്ട്? കൊല്ലം തേവലക്കര കോയിപ്പുറം സ്വദേശിയാണ് ഈ ഷാർജയിൽ മരിച്ചിരിക്കുന്ന യുവതി അതുല്യ ശേഖറാണ് മരിച്ചിരിക്കുന്നത്. ഇവർ കൊല്ലം സ്വദേശിനിയാണ്. ഇവരുടെ വിവാഹം ഏകദേശം 11 വർഷത്തോളമാകുന്നു. ഈ ശാസ്താംകോട്ട സ്വദേശിയായുള്ള സതീഷ് ശങ്കറുമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞത്. ഇതിന് പിന്നാലെ ചില പ്രശ്നങ്ങളൊക്കെ തന്നെ കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് തമ്മിൽ തർക്കമുണ്ടാവുകയും അതിനുശേഷം ശാരീരികമായ ഉപദ്രവങ്ങൾ ഉണ്ടായതിന് പിന്നാലെ ഗാർഹിക പീഡനത്തിന് കേസ് നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗാർഹിക പീഡനത്തിന് കേസ് നൽകി അത് കോടതിയിലൊക്കെ എത്തുകയും തുടർന്ന് അത് പ്രശ്നം രമ്യമായി സംസാരിച്ച് പരിഹരിക്കുന്ന ഒരു അവസ്ഥയിലെത്തി. അതിനുശേഷമാണ് ഇവർ ഒരുമിച്ച് വീണ്ടും പോവുകയും തുടർന്ന് ഈ വിദേശത്തേക്ക് അതുല്യ പോയിട്ട് ഇപ്പോൾ 2 വർഷം മാത്രമാണ് ആകുന്നത് എന്നുള്ളതാണ് ബന്ധുക്കളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം പറയുന്നത്. അവർ ഇത്തരത്തിൽ ഈ ഒരു കാര്യത്തിലേക്ക്, അതായത് ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള ഒരു കാര്യമാണ് ഈ അടുത്ത ബന്ധുക്കളിൽ ചിലരോട് സംസാരിച്ചപ്പോൾ പറയാൻ കഴിഞ്ഞത്. പക്ഷേ അതിനൊരു കാരണമായി അവർ പറയുന്നത്, അതായത് അടുത്ത സമയത്തൊക്കെ തന്നെ അമ്മയെ വിളിക്കുമ്പോഴും ഈ ഭർത്താവ് നിരന്തരമായി ശാരീരികമായി ഉപദ്രവിക്കുന്ന ഒരു വിവരം പങ്കുവയ്ക്കുകയും ഒപ്പം തന്നെ അതിന്റെ കുറച്ച് ദൃശ്യങ്ങളും അമ്മയ്ക്കും മറ്റുമൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുകയും ചെയ്യുന്നത്. അത് ക്രൂരമായി ഉപദ്രവിക്കുകയും മറ്റുമൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നാട്ടിലൊരു 3 മാസം മുൻപാണ് അവസാനമായി വന്ന് മടങ്ങിയതെന്നാണ് പറയുന്നത്. ഇന്ന് ഈ അതുല്യയുടെ ജന്മദിനമായിരുന്നു. ഇന്നത്തെ ദിവസം ഒരു പുതിയൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പ്രവേശിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ അതിദാരുണമായ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഈ ജോലിക്ക് പോകുന്നതും മറ്റുമായി ബന്ധപ്പെട്ട് ഭർത്താവുമായി ഒരു തർക്കം ഉണ്ടായിരുന്നതായി പറയുന്നുണ്ട്. അതായത് അടുത്ത ബന്ധുക്കളിൽ ചിലരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഭാര്യയെ ഇയാൾക്ക് സംശയമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് കൂടുതലും ഈ ശാരീരികമായ ഉപദ്രവങ്ങളൊക്കെ ഏൽപ്പിച്ചിരുന്നത് എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. കുറച്ചു നാളായി, അതായത് കേസിന് ശേഷം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും വിദേശത്ത് പോയതോടുകൂടെ അത് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഈ ദമ്പതികൾക്ക് 10 വയസ്സായ ഒരു മകളുണ്ട്. ഈ അതുല്യയുടെ അമ്മയോടൊപ്പമാണ് നാട്ടിൽ ഈ പെൺകുട്ടി 10 വയസ്സുകാരിയായ പെൺകുട്ടി താമസിക്കുകയും 5ാം ക്ലാസ്സിലാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബം എന്തായാലും കൊല്ലത്തെ ചവറ തെക്കുംഭാഗം പോലീസിൽ ഇത് സംബന്ധിച്ച് ഒരു വിവരം അറിയിക്കുകയും പോലീസ് അവിടെ എത്തി പ്രാഥമികമായി ആ വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് സിഐയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും കൊല്ലത്തത് അടുത്തിടെ 2ാമത്തെയാണ് ഇത്തരത്തിൽ ഈ ഗാർഹിക പീഡനം അല്ലെങ്കിൽ സ്ത്രീധന പീഡനമൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവം നടക്കുന്നത്. നേരത്തെ വിഭജികയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതും ഷാർജയിൽ തന്നെയാണ് മരിച്ചത്. ഇതിപ്പോൾ 2ാമത് വീണ്ടും, അതായത് ഒരാഴ്ച ഇടവിട്ടുകൊണ്ട് വീണ്ടും ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു പറയുമ്പോൾ എന്താണ് ഈ സംഭവിക്കുന്നത്, അതായത് കൃത്യമായ ഒരു അന്വേഷണം നടത്തി ഇത്തരത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളെ കുറിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കുടുംബം ആത്മഹത്യ അല്ല എന്ന് ഉറപ്പിച്ച് പറയുന്നു. കാരണം മകൾ അവസാനമായി സംസാരിക്കുമ്പോൾ പോലും, അമ്മയോടൊക്കെ സംസാരിക്കുമ്പോൾ പോലും താൻ ഒരു കാരണവശാലും ആത്മഹത്യ എന്നുള്ള ഒരു കാര്യം ചിന്തിക്കുന്നില്ല. തനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ ഏക ഉത്തരവാദി തന്റെ ഭർത്താവായിരിക്കുമെന്നുള്ള ഒരു കാര്യമാണ് അമ്മയോട് ഫോണിൽ പങ്കുവച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.